പാലക്കാടാണ് ഞങ്ങളുടെ ലൊക്കേഷൻ. പാലക്കാട് വാളയാർ. ഇന്ന് ആക്ച്വലി 35 ദിവസമായി ഇന്ന് ഷൂട്ട് തുടങ്ങിയിട്ട്. രാവിലെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സീൻ വായിച്ചിട്ടൊരു ചെറിയ ഒരു മീറ്റിംഗ് ഉണ്ടാവും. ഇനിയിപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ആർട്ടിസ്റ്റൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഹോപ്പ്ഫുള്ളി ഒരു 9 o'clock ഞങ്ങൾ റോൾ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. എപ്പോഴും ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുമെങ്കിലും പ്രോപ്പർലി എപ്പോഴും നടക്കാറില്ല. പല സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്കിനി ആദ്യം ഭക്ഷണത്തിലേക്ക് കിടക്കാം. അത് കഴിഞ്ഞിട്ട് ഷൂട്ടിങ്ങും അതിൻ്റെ കാര്യങ്ങളിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. രാവിലെ നല്ല കിണത്താണല്ലോടെ. ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ടീം. ഞങ്ങളെപ്പോഴും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. ക്യാമറാമാൻ സതീഷ്, എഡിറ്റർ വിനായക്, ബിനു, കോ ഡയറക്ടർ ചീഫ് അസോസിയേറ്റ് സുധീഷ് രാമേന്ദ്രൻ. സിനിമ ഫുഡ് എന്ന് പറയുന്നത് വളരെ കുറച്ച് വിഭവസമൃദ്ധമാണ്. ഒത്തിരി ഐറ്റംസ് കാണും. പലതരത്തിലുള്ള 100-120 പേരുടെ ക്രൂവാണ്. അപ്പോൾ ഇതിനകത്ത് പല ഇഷ്ടം ഉള്ളവർ കാണും. അപ്പോൾ അതുകൊണ്ട് അവർ പല ടൈപ്പ് ഓഫ് ഇതുണ്ടാക്കും. ഒരു ദിവസം തന്നെ ചിലപ്പോൾ 3-4 വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കാണും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാനൊരു ചെറിയ ഡയറ്റിലായി പോയതുകൊണ്ട് അങ്ങനെ ഇതൊക്കെ കണ്ടിരിക്കാനേ യോഗമുള്ളൂ. ഇപ്പം ഞാനൊരു ഓംലെറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മറിച്ചോ എടാ കണ്ണ അതിൻ്റെ മുമ്പിൽ നിന്ന് മാറാം. ഒരാൾ കൊള്ളാലോ. നിങ്ങൾ കണ്ണൻ്റെ ഒരു സ്പെഷ്യൽ എടുക്കണം കേട്ടോ. എ ഡേ വിത്ത് കണ്ണൻ. സാധാരണ ഇവിടുന്ന് കൊടുത്തു വിടാറാണല്ലോ. അതാ പറഞ്ഞ ഒന്ന് ചെയ്ത് നോക്കാം. എന്നാ വെളിയിൽ വെക്കേ. പൊസിഷൻ അറിയാലോ. മാറ് വാ. കറക്റ്റ് ഷാർപ്പ് 9 o'clock ഷൂട്ട് പ്ലാൻ ചെയ്ത് തുടങ്ങാനൊക്കെ. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ പിക്ക് ചെയ്യാനായിട്ട് ഒരു വണ്ടിയുടെ ഡ്രൈവർ മറന്നു. ഞങ്ങൾ ഡിലേ ആയി. ഇനി ഇതിൻ്റെ മുഴുവൻ സ്ട്രെസ്സ് ഞങ്ങളുടെ വർക്കിനെ ബാധിക്കും. വൈകുന്നേരം 6 മണിക്ക് മുമ്പ് തീർക്കണം. ഇതൊക്കെയാണ് പ്രശ്നം. ഒരാൾ ഒരു തെറ്റ് കാണിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു എഫക്റ്റ് ടോട്ടാലിറ്റിയിൽ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടിപ്പോൾ ഞങ്ങളിപ്പോൾ ഇനി ക്യാമറയും വേറെ ആൾക്കാരെയൊക്കെ വെച്ച് അത്യാവശ്യം മൂവ്മെൻ്റൊക്കെ റിഹേഴ്സൽ ചെയ്ത് പക്ക റെഡിയാക്കി വെച്ചിട്ട് അവർ വരുമ്പോഴത്തേക്കും ഷൂട്ട് തുടങ്ങും. മോർണിംഗ് സർ. രാവിലത്തെ ഫസ്റ്റ് ഷോട്ട് ഞങ്ങൾ തുടങ്ങാൻ പോവാണ്. ഇപ്പോൾ സമയമായി 9:28. 28 മിനിറ്റ് ഞങ്ങൾ ലേറ്റാണ്. ഇത് ഇവിടുന്ന് ക്യാമറ ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ വരും. അപ്പം അങ്ങോട്ട് പോവും. നീ ഇനി ഒത്തിരി ശ്വാസം എടുക്കുന്നതിന് അതാണ് പാനിക് ആക്ച്വലി ഇങ്ങനെ നോക്കിയിട്ട് ഗ്രാഫ്റ്റ് വിത്ത് സിറ്റുവേഷൻ അങ്ങനെയാണ്. നീ ശ്വാസം എടുക്കണ്ട ഒത്തിരി. ആക്ഷൻ. കാഡ് കുഴപ്പമില്ല, ഒന്നുകൂടെ അതിഗംഭീരമായൊരു സീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി അപർണയുടെ ആക്ഷൻ സീക്വൻസാ അല്ലേ? ഇത് ഞങ്ങളുടെ സിനിമയിലെ വേറൊരു ആളാണ്, കോശി അല്ല ഹന്ന റിജി കോശി. ഒരാളൂടെ ഉണ്ടായിരുന്നല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. എന്നെ ബിഗ് ബോസിലെ താരമായിരുന്നു. ഫസ്റ്റ് സിനിമയാണ് അവൻ്റെ ഒരു എന്താ പറയുക, ആദ്യത്തെ സിനിമ ഇതിലേക്കുള്ള ആദ്യത്തെ കാൽച്ചുവടാണ്. ഞാൻ ഇവൻ്റെ അടുത്ത് അധികം നിൽക്കാറില്ല. കാരണം ഇങ്ങനെ ശരിക്കും എത്ര ഹൈറ്റ് എത്ര 6'3". ടെംപ്ടേഷനിൽ വന്ന് പെട്ടു. ഭയങ്കര ഡയറ്റിങ്ങിലാണ്. പേയ്മെന്റ് കൊടുക്കണേ പുള്ളി തരുവേ. മറന്നു കേട്ടാ. ഇതിൻ്റെ മേജർ ലൊക്കേഷൻസ് എന്ന് പറയുന്നത് കോഴിക്കോട്, കോയമ്പത്തൂർ, ഇവിടെ വന്ന വാളയാർ. ഇത് പക്ഷേ ഞങ്ങൾ ഒറിജിനലി ഈ ലൊക്കേഷൻ കണ്ടപ്പോൾ ഞങ്ങൾ ഇത് വാളയാറുള്ള ട്രാവൽ ലോഞ്ചിൽ നിന്ന് തന്നെ ഞങ്ങൾ സ്ക്രിപ്റ്റിൽ തിരുത്തി. അങ്ങനെയുള്ള ചില ചേഞ്ചസ് നമ്മൾ സ്ക്രിപ്റ്റിൽ വരും. ഇപ്പം നമുക്ക് 7-8 അസിസ്റ്റൻസ് ഉണ്ട്.
പിന്നെ ഒരു ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട്. പുള്ളിയാണ് ആക്ച്വലി ഇതെല്ലാം എൻ്റെ ഒരു ഷോക്ക് ഒബ്സർവറായിട്ട് വർക്ക് ചെയ്യുന്നത്. മറ്റേ ചായക്കട പറഞ്ഞുണ്ട്, ചായ കുടിക്കുന്നത് അതും ആ ഏരിയ തന്നെ പിടിക്കാൻ പറയട്ടെ. പക്ഷെ അപ്പം നമ്മളെപ്പോൾ ഇറങ്ങും ഇവിടുന്ന്? ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അല്ലെ കോ ഡയറക്ടർ എന്ന് പറയാം. അപ്പം മേജർ അതിൻ്റെ ഷെഡ്യൂളിങ് കാര്യങ്ങൾ ഇതെല്ലാം ഇതാണ്. അപ്പം ഞാൻ പുള്ളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വേണ്ടത് കൊടുക്കുമ്പോൾ പുള്ളി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്കുകൾ ഓരോരോ കൺസേൺഡ് ആയിട്ടുള്ള അസിസ്റ്റൻസിനെ ഏൽപ്പിക്കും. അത് ബേസിക്കലി ഒരു ടീം വർക്ക്. റെഡി? ഇതിൻ്റെ വിഷ്വൽ എവിടെ പോയി? ഇതൊന്ന് ഹൈറ്റിൽ വെക്കാൻ ഇവിടെ ഒരു സംവിധാനങ്ങളില്ലേ? എനിക്ക് എന്താ പറയുക, എനിക്ക് ഒട്ടും കംഫർട്ടബിൾ ആകുന്നില്ല. ഇവിടെ വർത്താനം, അവിടെ ഡയലോഗ്. ഒരു കാര്യം നിങ്ങൾ ഷൂട്ട് ചെയ്യും. ഓരോ ദിവസവും സെറ്റ് വരുമ്പോഴേക്കും ഇന്ന് വളരെ കാം ആൻഡ് ക്വയറ്റ്, വളരെ കൺട്രോൾഡായിട്ട് ബിഹേവ് ചെയ്യണം, സംസാരിക്കണം എന്നൊക്കെ ആയിരിക്കും. പക്ഷേ സംടൈംസ് ദ സിറ്റുവേഷൻ ഇസ് ലൈക്ക് എന്താ പറയുക, നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പം നമ്മളിങ്ങനെ എല്ലാം പ്ലാൻ ചെയ്ത് വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ അപ്സെറ്റ് ആക്കും, അപ്പോൾ പൊട്ടിത്തെറിക്കും. പിന്നെ നമ്മുടെ ടീമിന് ഇത് യൂസ് ടു ആയതുകൊണ്ട് അവർക്കറിയാം ഇത് അത്ര നേരത്തേക്കേ ഉള്ളൂ എന്നുള്ളത്. പക്ഷേ പെട്ടെന്ന് തന്നെ ഇതങ്ങ് പോവുകയും ചെയ്യും. മൊമെൻ്ററിയാണത്. ആക്ഷൻ! ഉച്ചവരെയുള്ള വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇന്ന് ആക്ച്വലി ഇച്ചിരി കഴിഞ്ഞിട്ട്, സാധാരണ 1 o'clock കറക്റ്റായിട്ട് ഞാൻ ബ്രേക്ക് ചെയ്യാറുണ്ട്. കാരണം പക്ഷെ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് 1:30 കഴിഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾ ഭക്ഷണത്തിലേക്ക് കിടക്കുകയാണ്. ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള ഭാഗമാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പവർ നാപ്പ് എടുക്കണം എന്നാണ് പറയുന്നത്, ഒരു 20 minutes. എപ്പോഴും ഞാൻ ആലോചിക്കും, പക്ഷെ നടക്കാറില്ല. കാര്യം ക്യാരവാനൊക്കെ കിടപ്പുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാൻ തോന്നാറില്ല. ശരിക്കും ഒരു 20 minutes പവർ നാപ്പ് എടുത്താൽ ഭയങ്കര ഫ്രഷ് ആവും. നമ്മളിപ്പോൾ ഏത് ജോലി ചെയ്ത് കഴിഞ്ഞാലും ഉച്ചയൂണ് കഴിയുമ്പോൾ അങ്ങനെ ഒരു ഇത് വേണമെന്നാണ് പറയുന്നത്. ഞാൻ എപ്പോഴും കാണാറുണ്ട് യൂണിറ്റും അവരും എല്ലാവരും തന്നെ എവിടെയെങ്കിലും കിട്ടുന്ന സ്ഥലത്ത് കയറി ഒരു ഉറക്കം ഉറങ്ങും. അത് ഭയങ്കര സുഖമാണ്. അത് 3-4 ആകുമ്പോൾ ഒരു ലൈം ടീ കിട്ടും, കട്ടൻ ടീ. അത് കഴിക്കുമ്പോഴാണ് ഒന്ന് ചാർജ്ഡ് ആവുന്നത്. വണ്ടിയുടെ ബോണറ്റ് കാണുമ്പോൾ അവർ ഓടാൻ തുടങ്ങിയ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും ഇവരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് പോകുന്നത് കാണാം. ആൻഡ് വി ഹാവ് ടു ഫിനിഷ് ദിസ് ബിഫോർ സോ ആൻഡ് സോ ഡേറ്റ്. മേ ബി 1-2 ദിവസമൊക്കെ മാറാം. അപ്പോൾ ഫോഴ്സ്ഫുള്ളി പ്രൊഡക്റ്റീവ് ആകുകയാണ്. അതേസമയം ഞാനൊരു വീട്ടിലാണെങ്കിൽ അതൊരു ഫോഴ്സ്ഫുള്ളി ഉള്ളൊരു പ്രൊഡക്റ്റീവ് ഇതല്ല. അപ്പോൾ ഞാൻ വീട്ടിലിരിക്കുമ്പോഴോ അല്ലെ പുറത്ത് എവിടെയെങ്കിലും എഴുതാനൊക്കെ പോയിരിക്കുമ്പോൾ, ഇപ്പോൾ ഇന്നൊരു ദിവസം ചിലപ്പോൾ ഞാൻ ഒരു അക്ഷരം എഴുതിയെന്ന് വരികയില്ല. ചിലപ്പം 2-3 ദിവസം അങ്ങനെ ഉണ്ടാവാം. ചിലപ്പോൾ ഒരു ദിവസം ഇരുന്ന് കുറേ സീൻസ് എഴുതിയെന്ന് വരും. അത് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ ഒരു ലൊക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇന്ന് എനിക്ക് ഷൂട്ട് ചെയ്യണ്ട എന്നൊരു തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റും. ഷൂട്ട് ചെയ്തേ പറ്റൂ. അശ്വിൻ എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോഴത്തേക്ക് അശ്വിൻ തിരിഞ്ഞു, അശ്വിൻ അവിടുന്ന് ഓടുന്നു. ഈ അശ്വിൻ വിളി കഴിഞ്ഞാൽ നിങ്ങളത് കാണുന്നുള്ളൂ കേട്ടോ. ഈ പ്രഷർ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് വേണേൽ പറയാൻ കാണാം. അല്ലേ നമ്മൾ ഈ പരിപാടി പിന്നെ കണ്ടിന്യൂ ചെയ്യല്ല. ഒരു കൊച്ചു കഥ എടുത്ത് വർക്ക് ചെയ്ത് കുറച്ച് ദിവസം വർക്ക് ചെയ്ത് അത് കഴിഞ്ഞു. ദെൻ കുറച്ച് നാൾ ഫ്രീ ആയിട്ട് നടന്നു. പിന്നെ അടുത്തൊരു കൊച്ചു കഥ എടുത്ത് വർക്ക് ചെയ്തു. അങ്ങനെ ഡിഫറെൻറ്റ് കഥ പറയാനൊക്കെയാണ് എനിക്ക് താല്പര്യം. ഒരു ടീം എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ സ്ഥിരം വർക്ക് ചെയ്യുന്നവർക്ക് ഞങ്ങളുടെ ഒരു വർക്കിംഗ് പാറ്റേൺ അറിയാം. അപ്പോൾ എനിക്ക് എൻ്റെ വർക്ക് ലോഡ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ടാണ് ഈ ടീമിൻ്റെ പ്രസക്തി. അവർക്കറിയാം എൻ്റെ ടേസ്റ്റ് എന്താണ്, എങ്ങനെയാണ് ഞാൻ ഇതിനെ ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും. പറഞ്ഞില്ലേ പോലും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും. ബേസിക്കലി എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്ന ടീം തന്നെയാണ്. ആക്ഷൻ!
താനെന്തിനാ ചിരിക്കണേ? അത് വന്ന് വരാര് ഫോക്കസ് ഔട്ടിലൊക്കെയാണ് രക്ഷപ്പെട്ടു. അപ്പോൾ ഇതോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞു. ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ നേരത്തെ ഇത് പിടിക്കാൻ പറ്റി. ഞാൻ ഓർത്ത് ഇന്ന് തീരില്ല എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എല്ലാവരും കൂടെ ആഞ്ഞു പിടിച്ച് ഞങ്ങളിത് തീർത്തു. അപ്പോൾ പാക്കപ്പ്.